ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ പൂവാലന്മാർ ഇങ്ങനെ ആരെങ്കിലും വളയ്ക്കാൻ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു ഹായ് ഇടും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നു, ഓ എന്നെ സ്നേഹിക്കാൻ ആരോ വന്നു, ഒരു ചുള്ളൻ ചെക്കൻ വന്നു, തിരിച്ചൊരു ഹായ് ഇവിടെ നിന്നും അങ്ങ് പോകും. ഈ രണ്ട് ഹായികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യമൊന്നും പറയണ്ടല്ല. മോളൂസേ, പൊന്നുമോളെ, ഈ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് മയങ്ങിപ്പോയെന്നാണ് ഇവറ്റകളുടെ വിചാരം. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്ത് കുന്തം വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷേ ഈ കമന്റ് ഇടാൻ പോകരുത്. അത്രേ പറയാനുള്ളത്. സ്നേഹം കൊണ്ട് വരുന്നതല്ല, അവന്മാരുടെ ഉദ്ദേശം മറ്റു പലതാണ്. പഞ്ചാര വാക്കുകളും പറഞ്ഞ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയൊക്കെ പഞ്ചാര വാക്കുകളും പറഞ്ഞ് പിന്നെ അവിടെ നിന്നൊരു തുണി അഴിക്കലും മറ്റു പരിപാടിയായി അവന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവന്മാർ കിട്ടുമ്പോഴേ വെറും ഒരു ഐഫോൺ കൊടുക്കാമെന്നുള്ള ഒരു മോഹന വാഗ്ദാനമായിരുന്നു. ആ ഒരു ഐഫോണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമ്മച്ചി ആ ഒരു ഹോട്ടലിലേക്ക് പോയതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഈ പയ്യൻ ഷൂട്ട് ചെയ്തതും പിന്നെ ഒരു സുപ്രഭാതത്തിൽ അതിനെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. കഠിനംകുളം പാടിക്കാവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലെ കിടപ്പുമുറിയിലാണ് 30 വയസ്സുകാരിയായ ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ്. പുലർച്ചെ 5:30 ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയി. രാവിലെ 8 മണിക്ക് യുവതി മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നത് ആളുകൾ കണ്ടിരുന്നു. 11:30 ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടത്. യുവതിയുടെ സ്കൂട്ടർ കാണാതായിട്ടുണ്ട്. ഇതിൽ അക്രമി രക്ഷപ്പെട്ടു എന്നും പോലീസ് കരുതുന്നു. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6-7 വർഷമേ ആയിട്ടുള്ളൂ. ഒരു കുട്ടിയുണ്ട്. പക്ഷെ അവരൊരു ചെറുപ്പമാണ്. അപ്പോൾ ഈ മൊബൈൽ വഴിയുള്ള എന്തോ പരിചയമെന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. യുവതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശി 2 ദിവസം മുമ്പ് ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളാണോ കൊല നടത്തിയത് എന്ന സംശയം പോലീസിനുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഭർത്താവിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതിയായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു. എറണാകുളം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ആതിരയുടെ ഭർത്താവിന്റെ മൊഴിയിൽ നിന്ന് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് എറണാകുളം ചെല്ലാനത്ത് താമസിക്കുന്ന ജോൺസൺ ഔസേപ്പാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളുടെ സ്വന്തം സ്ഥലം കൊല്ലം നീണ്ടകരയാണ്. ഇയാൾ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം ചെല്ലാനത്താണ്. ഇയാൾ കഴിഞ്ഞ ദിവസം, അതായത് ഈ കൊലപാതകം നടന്ന ദിവസം ആതിരയുടെ സ്കൂട്ടറുമായി രക്ഷപ്പെട്ട ഇയാൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. പോലീസിന്റെ നിഗമനം ഈ ട്രെയിൻ കയറി ഇയാൾ രക്ഷപ്പെട്ടിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു ചിത്രം തെളിയുകയുള്ളൂ. മാത്രമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ആതിരയുടെ ഭർത്താവ് രാജീവാണ്. ഈ വീടിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് രാജീവ്. ഈ രാജീവിന്റെ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് രാജീവ് പറയുന്നത് താൻ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ് ഭാര്യ മരിച്ച നിലയിൽ കാണുന്നത്. ഈ സമയം വീട്ടിൽ ഉച്ചത്തിൽ TV വെച്ചിട്ടുണ്ടായിരുന്നു ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നു. രാജീവിന്റെ ഈ മൊഴിയിലാണ്, അതായത് 7 മാസം മുമ്പാണ് ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കുറിച്ചിട്ടുള്ള വിവരം ആതിര ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ താൻ അന്വേഷിച്ചില്ല എന്നാണ് രാജീവ് പോലീസിനോട് പറഞ്ഞത്. ഇതിലൊക്കെ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു ഗുണമൊന്നും ഇല്ല കേട്ടോ. കാരണം എത്ര പറഞ്ഞാലും ചെയ്താലും നമ്മുടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒട്ടും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വില്ലനായിരിക്കുന്നത് ആൺ സുഹൃത്തെന്ന്. ആൺ സുഹൃത്ത് എന്നൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. പണ്ട് ഇതിന് ജാരന്മാരും കാമുകൻ എന്നുള്ള ഒരു ലേബിൾ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പൊ അതിനെ പരിഷ്കരിച്ച് ആൺ സുഹൃത്ത് എന്നാക്കിയെന്നേ ഉള്ളൂ. ആൺ സുഹൃത്ത് എന്ന് പറയുന്നത് കള്ളക്കാമുകൻ എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരൊന്നും ആതിരയെ അങ്ങനെ പുറത്തൊന്നും കാണാറേയില്ല. കാരണം ഈ ഒരു പുള്ളിക്കാരി മകന്റെ സ്കൂൾ ബസ് വരുമ്പോഴെങ്ങാണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റാനായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി അങ്ങ് കഥ കടച്ച് ഫുൾ ടൈം വീട്ടിലാണ് ഇരിപ്പ്. പിന്നെ വൈകുന്നേരത്താണ് മകൻ വരുമ്പോഴത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു പരിചയമാണ് ഈ നാട്ടുകാർക്ക്. പിന്നെ പൂജാരി എല്ലാവർക്കും അറിയാം, നല്ല സുപരിചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തി മനുഷ്യനുമാണെന്ന് തന്നെ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അപ്പം ഈ ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു 8:30 കഴിഞ്ഞ് പിന്നെ ഈ പോറ്റി വരുന്ന അല്ലെങ്കിൽ ഒരു മകൻ വരുന്നത് വരെ ഫുൾ ടൈം ഫ്രീ ആണ്. പിന്നെ സ്ത്രീകളുടെ ഒരു വിഷയം, സ്ത്രീകളല്ല പുരുഷന്മാരും കണക്ക് തന്നെയാണ്. ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴുള്ള ആപത്ത് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം ഇത് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫോണ് ആരും വെറുതെ മാറ്റി വെക്കില്ലല്ലോ. എടുത്ത് കൈകൾ ഇങ്ങനെ തോണ്ടിയിരിക്കും അല്ലേ. അത് എവിടം വരെ പോകും എന്നുള്ള കാര്യമാണ് പിന്നീടാണ് റിയലൈസ് ആവുന്നത്. കാരണം നമ്മൾ ആ തോണ്ടുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല നമ്മൾ എവിടം വരെ എത്തി എന്നുള്ളത്. പക്ഷേ ഫൈനൽ റിസൾട്ട് വരുമ്പോഴാണ് ശരി സംഗതി നമ്മൾ പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്.
ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമ്മളൊന്ന് നിൽക്കുന്ന കാണുമ്പോൾ ചില ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ പൂവാലന്മാർ ഇങ്ങനെ ആരെങ്കിലും വളയ്ക്കാൻ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു ഹായ് ഇടും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നു, ഓ എന്നെ സ്നേഹിക്കാൻ ആരോ വന്നു, ഒരു ചുള്ളൻ ചെക്കൻ വന്നു, തിരിച്ചൊരു ഹായ് ഇവിടെ നിന്നും അങ്ങ് പോകും. ഈ രണ്ട് ഹായികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യമൊന്നും പറയണ്ടല്ല, പ്രണയം തന്നെയാണ് അവിടെ പിന്നെ മുട്ടിടുന്നത് അല്ലെ. അജിത ഷാജി പറയുന്നത് പോലെ തന്നെ ആന്റിമാരെയാണ് ഇന്നത്തെ ചെക്കന്മാർക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. ചെക്കന്മാരുടെ ഇഷ്ടം എന്ന് പറയുന്നത് എമ്മർക്കൊക്കെ പ്രാന്ത, ആന്റിമാരെ പോയി സ്നേഹിക്കാനും പറക്കാനും ഒക്കെ. അവന്മാരൊക്കെ ഉദ്ദേശം എന്താണ്? അത് തന്നെയാണ്. അത് ഈ ആന്റിമാർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരു ഹായ് ഇട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ എന്തായും ഭയങ്കരമായിട്ട് പ്രണയത്തിലാവുമല്ലേ. ഇല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം എന്താണെന്ന്, ഇവൻ സൈക്കോ ആണെന്ന്, അല്ലെങ്കിൽ ഇവന്റെ കുടുംബം എന്താണെന്ന് പോലും ഈ ഒരു സ്ത്രീക്ക് അറിയത്തില്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നാണ് ഇങ്ങനെയുള്ള പ്രണയ ചാറ്റുകൾ ചെയ്യുന്നത് തന്നെ അല്ലെ. രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരിക്കും. ഈ ആതിര തിരുവനന്തപുരത്താണെങ്കിൽ മറ്റവൻ അങ്ങ് ഏതോ ഒരു ലോകത്തിന്റെ ഒരു കോണിലായിരിക്കും അല്ലെ. ചിലപ്പോൾ പറയും ഞാൻ കൊല്ലത്താണെന്നോ എറണാകുളത്താണെന്നോ എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലും സ്നേഹിക്കാൻ മൂന്നാമതൊരാളെ കിട്ടുമ്പോഴേ പ്രണയത്തിന് കണ്ണും മുക്കും ഇല്ല എന്ന് പറയും പോലെ ആയിപ്പോയി. അവന്റെ കുടുംബവും അറിയണ്ട, അവൻ സൈക്കോ ആണെന്നോ അവൻ ഏത് തരത്തിലാണെന്നോ ഒന്നും അറിയണ്ട, അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ച് പിന്നെ പ്രണയ സല്ലാപമാണ്. അതിനുള്ള സമയം കണ്ടെത്തലുകളാണ് പിന്നെ നടക്കുന്നത്. പിള്ളേരുടെ കേസുകൾ അങ്ങനെയാണ്. ചിലർ ഈ ആൺ സുഹൃത്തുക്കളെ നേടി പോകുന്നതിന്റെ പിന്നിലുള്ള രസം വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നമ്മളെ സ്നേഹിക്കാൻ നമ്മളുടെ ഭർത്താവോ അല്ലെങ്കിൽ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുക. മൂന്നാമതൊരാൾ ഒരിക്കലും ഒരു സ്നേഹം കൊണ്ട് വരുന്നത് അവന്റെ ഉദ്ദേശം മറ്റൊന്ന് തന്നെയാണ്. ദുരുദ്ദേശം കൊണ്ട് തന്നെയാണ് മൂന്നാമത് ഒരു വ്യക്തി സ്നേഹം കൊണ്ട് വരുന്നത്. അവിടെ മുതലെടുപ്പാണ് രൂപപ്പെടുന്നത്. അത് ഈ സ്ത്രീകൾ മനസ്സിലാക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും തങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരാളെ വിളിച്ചു കയറ്റിയോ നമ്മുടെ നാശം അവിടെ നിന്ന് തുടങ്ങും. പിന്നെ നമുക്ക് ഒരിക്കലും കരകയറാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ആതിരയ്ക്കും സംഭവിച്ചത്. ആതിരയുടെ കൊലപാതകം വരെ എത്തിയിരിക്കുന്നത്. ആതിര എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് റെയർ കേസുകൾ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെടുന്നതും മരണത്തിൽ വരെ എത്തിപ്പെടുന്നതൊക്കെ. ഈ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അവന്മാർ പരിചയപ്പെടുന്നത് എന്തിനാണ്? കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകുമല്ലേ. മോളൂസേ, പൊന്നുമോളെ, ഈ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് മയങ്ങിപ്പോയെന്നാണ് ഇവറ്റകളുടെ വിചാരം. അതിനുള്ള കാരണക്കാരാകുന്നത് എന്തിനാണ്? ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള ഈ നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പല രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം സഹോദരനാണ് പീഡിപ്പിച്ചത്. ആ പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. അതും അവിടെ തെറ്റ് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും തെറ്റ് തന്നെയാണ് അല്ലെ. ഈ മക്കളെ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തതിന്റെ ഒരു ഭവിഷ്യത്താണ് അവരനുഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു മകൻ ഉമ്മയെ വെട്ടിക്കൊന്ന കേസ്. അതും ഭയങ്കര ഞെട്ടലോടെ തന്നെയാണ് നമ്മൾ ആ ഒരു വാർത്ത കണ്ടത്. ശരിക്കും നമ്മുടെ കേരളം ഇപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തായാലും ശരി, ഇതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം വഴി വരുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി വരുന്ന ഒരുത്തനെ ഇത് ഒരു പാഠമാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയാം. കാരണം എത്ര കിട്ടിയാലും പഠിച്ചാലും ഇത് വീണ്ടും ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ വിചാരിച്ചോ നാളെയും ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് കേൾക്കാനിട ഉണ്ടാവും. കാരണം ആളുകൾ ഇതൊന്നും പഠിക്കുന്നില്ല. ഈ ഒരു വാർത്ത കൊണ്ടുവന്ന ആർക്കും ഒരു പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ആരും ചെവിയിൽ കേൾക്കില്ല. അത് സ്വയം സംഭവം വന്നാൽ മാത്രമാണ് അതിന്റെ കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും ഇവിടെ ഒരു ജീവനാണ് ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അല്ലേ. മൂന്നാമത് ഒരുത്തനെ വലിഞ്ഞു കയറാൻ സമ്മതിച്ചതിന്റെ പേര് ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. ഇനി ആ കൊച്ചിന്റെ കാര്യം ഒന്ന് ആലോചിച്ചേക്ക്, ആ മകന്റെ കാര്യം. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്ത് കുന്തം വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ഈ കമന്റ് ഇടാൻ പോകരുത്, അത്രേ പറയാനുള്ള. 40 വയസ്സായ സ്ത്രീകൾക്ക് സ്നേഹം വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകൾ പല രീതിയിൽ ഈ ഒരു പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ പോസ്റ്റ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതുപോലെ ഈ പോസ്റ്റിന് താഴെ കമന്റ് ഇടുന്നവരെ അവർക്ക് പിടിക്കാനാണ്, വലയിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. കാരണം പല സ്ത്രീകളും ഇത് അറിയാതെ ചെന്ന് പറയും, ഓ എന്റെ ഭർത്താവ് 24 വർഷം കൊണ്ട് ജോലിയാണ്, പുള്ളിക്കാരൻ ജോലിയെ മാത്രമേ ആശ്രയിക്കുള്ളൂ, വേറെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് ഇടും. അടുത്തൊരാൾ പറയും, എന്റെ ഹസ്ബൻഡ് ഇതുപോലെ ഗൾഫിലാണ്, അദ്ദേഹം വല്ലപ്പോഴും ലീവിന് വരുള്ളൂ, സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഇടുമ്പം പിന്നെ ഈ പോസ്റ്റ് ഇട്ട ഓരോ സ്ത്രീകളുടെ പ്രൊഫൈലില് ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് വരും. ഒരു 10-15 ഫ്രണ്ട് റിക്വസ്റ്റ് വരും. അതിനെ അക്സെപ്റ്റും ചെയ്യും. പിന്നെ അതായി, പിന്നെ അവിടെ ഒന്ന് സ്നേഹം തുടങ്ങി, മറ്റതായി മറിച്ചതായി എല്ലാമായി അല്ലേ.
ഈ ചെറുക്കന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് വരുന്നതല്ല. അവന്മാരുടെ ഉദ്ദേശം മറ്റു പലതാണ്. പഞ്ചാര വാക്കുകളും പറഞ്ഞ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയൊക്കെ പഞ്ചാര വാക്കുകളും പറഞ്ഞ് പിന്നെ അവിടെ നിന്നൊരു തുണി അഴിക്കലും മറ്റു പരിപാടിയായി അവന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവന്മാർ കിട്ടുമ്പോൾ അവന്മാരെതിരെ പുണ്യാളന്മാരെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം അവന്മാരങ്ങ് വിറ്റ് കാശാക്കും. കാരണം നമ്മുടെ ഇതേപോലത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇഷ്ടം പോലെ കാശ് അവന്മാർക്ക് കിട്ടും. അവന്മാരുടെ മെയിൻ ലക്ഷ്യം അത് തന്നെയാണ്. പിന്നെ അതുപോലെ വെച്ച് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അവന്മാർക്ക് ഒരു മടിയും കാണില്ല. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവന്മാര് ഇങ്ങനെയൊക്കെ നടക്കല്ല. പിന്നെ ഇന്നത്തെ ചെക്കന്മാർക്ക് ആന്റിമാരെ ഇഷ്ടം എന്ന് പറഞ്ഞ അവന്മാർക്ക് അത് പ്രാന്താണ്. ആന്റിമാരെയൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനൊക്കെ അവന്മാർക്ക് പ്രാന്തൊന്നും ഇല്ല. ഇതുപോലെ നടക്കാം. ഇതൊക്കെ അവന്മാരുടെ ഹോബിയും കാര്യങ്ങളുമാണ്. അവരുടെ കാര്യങ്ങൾ നടക്കും. അവർക്ക് ക്യാഷ് ആണ്. അതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇതുപോലെ കുറെ ദുരുദ്ദേശങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്ത്രീകൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ വീഴരുത്. മേബി നമുക്ക് എന്ത് വേണം ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കാം, അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അതിൽ വരുന്ന കമന്റ്സുകൾ, പക്ഷെ ഒറ്റ എണ്ണത്തിന് ഒരു മെസ്സേജിനോ കമന്റോ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകരുത്. നിങ്ങൾ അവിടെ കമന്റ് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അവിടെ തീർന്നിരിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. പിന്നെ മോഹന വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ട്. അതിനുള്ള ഒരൊറ്റ ഉദാഹരണമാണ് നമ്മുടെ ഉപ്പുമുളക് സീരിയലിലെ ആ ഒരു അമ്മുമ്മയുണ്ടല്ലോ, 65 വയസ്സായ ആ ഒരു വ്യക്തി. അവര് ഇതേപോലെ ഒരു ചതിക്കുഴിയിൽ പെട്ടതാണ്. ഒരു 20 വയസ്സായ ഒരു ചെറുക്കനാണ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ഏജ് അറിയില്ല. ആ വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായതാണ്. അവരുടെ സ്ഥിതി ഇപ്പൊ ഏത് ലെവലിലായെന്ന് നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടോ? വെറും ഒരു ഐഫോൺ കൊടുക്കാമെന്നുള്ള ഒരു മോഹന വാഗ്ദാനമായിരുന്നു. ആ ഒരു ഐഫോണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമ്മച്ചി ആ ഒരു ഹോട്ടലിലേക്ക് പോയതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഈ പയ്യൻ ഷൂട്ട് ചെയ്തതും പിന്നെ ഒരു സുപ്രഭാതത്തിൽ അതിനെ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതൊക്കെ തന്നെയായിരുന്നു അവന്റെ ഉദ്ദേശം. മെയിൻ ബ്ലാക്ക് മെയിലിങ്ങും പൈസ ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ്. ഇന്ന് അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ ഒരു വീഡിയോ ലീക്ക് ആയതിനു ശേഷം അവരെ ആ ഒരു ഉപ്പുമുളക് സീരിയലിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കി. അതുപോലെ 3-4 സിനിമയൊക്കെ അവർ കമ്മിറ്റഡ് ആയിരുന്നു, അതിൽ നിന്ന് അവരെ പുറത്താക്കി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒളിവിൽ താമസിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. അവരെ കുറിച്ച് ഇപ്പൊ യാതൊരു രീതിയിലുള്ള അറിവുമില്ല. അപ്പൊ പെണ്ണുങ്ങളെ, നമ്മളെ തന്നെ ഇതുപോലെ കുറെ കഴുകൻ കണ്ണുകൾ നമ്മുടെ പിറകെ ഉണ്ടാവും. അത് കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത കൊച്ചുകുട്ടികളാണോ എന്നുള്ള ചിന്തയൊന്നും ഉമ്മാർക്ക് ഇല്ല. ഇപ്പൊ തന്നെ ആ ഒരു അമ്മച്ചിയുടെ കേസ് തന്നെ കണ്ടില്ല, 65 വയസ്സായ അമ്മച്ചിയാണ് ഈ ഒരു പ്രയോഗം. അപ്പം ഒരു പ്രായം ഇതൊരു ബാധകമല്ല. നമ്മളുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അത് മറ്റൊരാൾക്ക് ഇട്ടെറിഞ്ഞു കൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ആതിര ഒന്ന് ബോൾഡായിട്ട് നിന്ന് ആ രീതിയിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ആതിരയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അത് ഓരോ സ്ത്രീകൾക്കും പാഠമാണ്. ഇനി വരുന്ന ഓരോ തലമുറകൾക്കും അത് പാഠമാണ്. എന്തുകൊണ്ടും നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. മറ്റൊരാളെ നമ്മുടെ ജീവിതത്തിൽ കൈകടത്താൻ സമ്മതിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.